ഇപ്പൊ ഹൻസജിനും സൂഹോയുടെ വീട്ടിലേക്ക് വന്നിട്ട് ഒരു ഫ്രണ്ടിനെ കൊന്നവൻ സന്തോഷമായിട്ട് ജീവിക്കില്ലെന്ന് അവന് വാൺ ചെയ്തിട്ട് അങ്ങ് പോകും. അതിനുശേഷം ഇപ്പൊ ലിംജിങ്ങിന്റെ ചേച്ചിയെ കാണിക്കുവാണ്. ചേച്ചിക്ക് സാറിന് ഇഷ്ടപ്പെട്ടതുണ്ട്, എങ്ങനെയൊക്കെ സെറ്റ് ആക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ വിളിച്ചോണ്ട് റെസ്റ്റോറന്റിലേക്ക് ചെല്ലും. കാരണം ഇതിനുമുമ്പ് ചേച്ചിക്ക് അന്ന് ആ ടയർ ശരിയാക്കിയതിന് ചെലവേയെന്ന് പറഞ്ഞായിരുന്നു. പക്ഷെ സാർ ആ ചെലവേത് കാണത്തില്ല. അങ്ങനെ ആ റീസണും കൊണ്ട് ചേച്ചിയും സാറിനെ വളച്ചിടാൻ നോക്കുമ്പോഴാണ് സാറും പെട്ടെന്ന് ഷൈയായി ഫുഡെല്ലാം ചേച്ചിയുടെ ദേഹത്ത് അങ്ങ് തുപ്പിക്കളയും. ഇതോടെ ചേച്ചിയും അതൊന്നും കുഴപ്പമില്ലെന്ന് മാറ്റി വെച്ച് എനിക്ക് ചുറ്റി വളയ്ക്കുന്നൊന്നും ഇഷ്ടമല്ലെന്ന് പറഞ്ഞ് പെട്ടെന്ന് സാറിന് ഇഷ്ടമാണെന്നങ്ങ് പ്രപ്പോസ് ചെയ്യും. അതിനുശേഷം ഇപ്പൊ അടുത്ത സീനി ലിംജിങ്ങിന്റെ അടുത്ത ദിവസം ഉറക്കത്തി സൂഹോ ഒരു പന്നിയെ പോലെ അവളെ കളിയാക്കുന്നിടത്ത് നിന്ന് രക്ഷിച്ച് കൊണ്ടുപോകുന്ന പോലെ അവൾക്ക് സ്വപ്നം വരും. അതോടെ അവളും പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പന്നിയെ സ്വപ്നം കണ്ടെങ്കിൽ മിക്കവാറും ഇന്നത്തെ ദിവസം കിടിലോന്ന് പറഞ്ഞ് അവള് സ്കൂളിലേക്ക് ചെല്ലും. അങ്ങനെ ഇവർ സ്കൂളിൽ ഒരു ഫംഗ്ഷൻ നടക്കുക. അങ്ങനെ എല്ലാവരും ഓരോ ഗെയിമുകൾ കളിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അവന്മാർക്ക് ഹൻസുജിനെ വിളിക്കുമ്പം അവനും ഒരു സുന്ദരയായ പെൺകുട്ടിയുടെ പെർഫോമൻസ് കാണാൻ പോകാന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകും. അതേസമയം ഇവിടെ ലിംജിങ്ങിനാണ് മറ്റേ കൊച്ചിന് പാട്ടുപാടാനുള്ളതുകൊണ്ട് അവൾ കിടിലായിട്ട് മേക്കപ്പ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇവളാണ് ഹൻസുജിന്റെ അനിയത്തി. അങ്ങനെ അതിനുശേഷം അവൾ സ്റ്റേജിൽ ചെന്ന് പെർഫോമൻസ് ചെയ്യുമ്പോഴാണ് ഇത് കണ്ട് അവിടേക്ക് നല്ല ഇംപ്രസ് ആയി പോകും. ആ കൂട്ടത്തിൽ നമ്മുടെ ലിംജിങ്ങിന്റെ അനിയനുണ്ട്. അതിനുശേഷം അവളുടെ പെർഫോമൻസ് കണ്ടിട്ട് ലിംജിങ്ങിന് പൊളിച്ചെന്ന് പറഞ്ഞ് അടുത്തൊന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് ഹൻസുജൻ വരുന്നുണ്ട്. ഇവളും പെട്ടെന്ന് ചേട്ടാന്ന് വിളിക്കും. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇവൾ ഹൻസുജിന്റെ അനിയത്തി ആയിരുന്നെന്ന്. അപ്പൊ തന്നെ അവളുടെ കൂട്ടുകാർ അവിടേക്ക് വന്ന് അവൾക്കൊരു സഹായം ആവശ്യമുണ്ടെന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകും. അതിനുശേഷം അവളും ഇന്ന് ബാസ്കറ്റ്ബോൾ മത്സരം ഉള്ളതുകൊണ്ട് അവളുടെ ബോയ് ഫ്രണ്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ ഡ്രസ്സ് അവൾ ധരിക്കാൻ വേണ്ടി പറയും. അങ്ങനെ ലിംജിങ്ങിനും കറക്റ്റ് അവൾ സ്വപ്നത്തിൽ കണ്ട പോലെ പന്നി തന്നെ വന്നെന്ന് പറഞ്ഞ് ഹാപ്പി ആയിട്ടിരിക്കുമ്പോഴാണ് അവിടേക്ക് സൂഹയും വരും. ഇതോടെ അവൾ സന്തോഷത്തി ഇന്ന് വൈകിട്ട് നമ്മൾ സിനിമയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ സംസാരിക്കാൻ നോക്കുമ്പോഴാണ് സൂഹയാണ് അവൾ മൊത്തത്തിൽ അവോയ്ഡ് ചെയ്യും. ഞാനിതിനെ നിന്റെ കൂടെ സിനിമയ്ക്ക് ഇരുന്ന് നീയായിട്ടും തെറ്റിയിരിക്കണ്ട, ഞാൻ നിന്നോട് സംസാരിക്കാൻ കാരണം എനിക്ക് നിന്നെ കണ്ട് പാവം തോന്നിയട്ട എന്നിന് അവനും ദേഷ്യത്തിൽ ബിഹേവ് ചെയ്യുമ്പോഴാണ് ഇത് കേട്ട് അവൾക്കൊന്നും മനസ്സിലാവാതെ അവൾ അവനോട് ചോദിക്കും എന്തുകൊണ്ടാണ് എന്നോട് പാവം തോന്നുന്നത്, എനിക്ക് സൗന്ദര്യമില്ലാത്ത കാര്യം നിനക്ക് അറിയാവുന്നതുകൊണ്ടാണോ, അങ്ങനെയാണ് എന്നോട് സഹതാപം തോന്നിയിട്ടാണോ മേക്കപ്പ് ഇല്ലെങ്കിലും എന്നെ കാണാൻ കൊള്ളാന്നൊക്കെ പറഞ്ഞ് എന്നിന് ഇവളും ചോദിക്കുമ്പം അവൻ അതുകൊണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞെന്നറിയും. കൂടാതെ അവനിപ്പോ ഇവളെ കാണുമ്പോൾ തന്നെ ഇറിറ്റേറ്റ് ആവെന്ന് പറയുമ്പോഴാണ് ഇത് കേട്ട് അവള് മൊത്തത്തിൽ വിഷമിച്ചിട്ട് അവിടെ നിന്ന് പൊട്ടിക്കരഞ്ഞോണ്ടുപോകും. അതേസമയം ഇങ്ങനെയൊക്കെ അവളോട് സംസാരിച്ചത് സൂഹ ഇവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. കാരണം ഇന്നലെ ഹൻസുജൻ ഇവനോട് സംസാരിച്ചാണ് ഒരു ഫ്രണ്ടിനെ കൊന്ന് ഒരുത്തൻ സന്തോഷമായിട്ട് ജീവിക്കാമെന്ന് പറഞ്ഞ്. അങ്ങനെ അതൊക്കെ ഓർത്തിട്ട് അവൻ ലിംജിങ്ങിനോട് ഇപ്പൊ ഇങ്ങനെ ബിഹേവ് ചെയ്ത്. എന്നിട്ട് ഇപ്പൊ ബാസ്കറ്റ്ബോൾ മത്സരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഹൻസുജിനും സൂഹവും തമ്മിലായിരിക്കും യഥാർത്ഥത്തിൽ കോമ്പറ്റീഷൻ നടക്കുന്നത്. അങ്ങനെ അവരൊക്കെ അവിടെ നിന്ന് ഗെയിം കളിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവിടെ ലിംജിങ്ങിനെ വിഷമിച്ചോണ്ട് സൂഹ അങ്ങനെ പറഞ്ഞേക്കാലോചിച്ച് അവൾ ചുമ്മാ ചിയർ ചെയ്തോണ്ടിരിക്കും. അങ്ങനെ മത്സരിച്ച് സൂഹോ ഹൻസുജൻ കാരണം ഇതൊക്കെ സംഭവിച്ചെന്ന് പറഞ്ഞ് അവനും ദേഷ്യത്തെ ആ മത്സരിച്ച് ജയിക്കുമ്പോഴാണ് അവസാനം ഹൻസുജിനെ കണ്ട് അവൻ അടുത്തേക്കൊന്ന് പറയും ഇനി ഇവൻ കാരണം വെറുതെ ലിംജിങ്ങിന്റെ പുറകെ നടന്ന് ശല്യപ്പെടുത്തില്ലെന്ന് പറഞ്ഞ്. അങ്ങനെ രാത്രി മത്സരം എല്ലാം കഴിഞ്ഞ ശേഷം ഒരു ബാൻഡും വന്ന് പാട്ട് പാടാൻ തുടങ്ങും. അങ്ങനെ അവന്മാരൊക്കെ പാടുന്നത് സൂഹയുടെ ഹൻസുജിന്റെ മരിച്ചുപോയ ആ കൂട്ടുകാരന്റെ അവസാനത്തെ പാട്ടാണ്. അങ്ങനെ അവന്റെ ഓർമ്മയ്ക്ക് പാടുമെന്നറിഞ്ഞ് അവന്മാരൊക്കെ പാടുമ്പോഴാണ് ഇതേ സമയം ഇവന്മാരുടെ കൂട്ടുകാരെ മരിച്ചുപോയ അന്നൊട്ടെ ഹൻസുജിനും സൂഹവും തമ്മിൽ മിണ്ടത്തില്ലെന്ന് ആ കാര്യമൊക്കെ സൂചനും അവളുടെ കൂട്ടുകാരോടൊക്കെ എടുത്തറിയും. അപ്പോഴാണ് ലിംജിങ് തന്നെ ഈ കാര്യം അറിയുന്നത്. അങ്ങനെ ഇവന്മാരൊക്കെ അവന്റെ പാട്ട് പാടുന്ന കേട്ട് സൂഹയ്ക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യും. കാരണം അവനൊരു കുറ്റബോധമുണ്ട്, ഹൻസുജൻ പറയുന്ന പോലെ അവൻ കാരണമായിരിക്കോ അവന്റെ കൂട്ടുകാരൻ മരിച്ചെന്ന് പറഞ്ഞ്. കാരണം ഇവന്മാരുടെ കൂട്ടുകാരൻ സ്കൂളിലെ പിള്ളേരെ റാഗ് ചെയ്തെന്ന് പറഞ്ഞാൽ അവൻ ആ കുറ്റബോധത്തിൽ സൂസൈഡ് ചെയ്ത് മരിച്ച. പക്ഷെ അവസാനമായിട്ട് അവൻ സൂഹോ ഇതൊന്നും വിശ്വസിക്കത്തില്ലെന്ന് പറഞ്ഞ് അവനെ ഫോൺ വിളിച്ചാണ്. പക്ഷെ അതേസമയം സൂഹ അന്നാണ് വേറെ ടെൻഷൻ ഉള്ളതുകൊണ്ട് അവൻ അവന്റെ ഫോൺ അറ്റൻഡ് ചെയ്ത് കാണത്തില്ല. അതുകൊണ്ടായിരിക്കും അവന്റെ കൂട്ടുകാരനും സൂഹോ വിശ്വസിക്കാത്തോണ്ടാ ഫോൺ എടുക്കാത്തതെന്ന് പറഞ്ഞ് അവൻ മരിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കുറ്റബോധം സൂഹയ്ക്കുണ്ട്. അങ്ങനെ അവൻ അവിടെ നിന്ന് നെഞ്ചും പിടിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് കണ്ട് ലിംജിങ്ങിനടുത്തേക്കൊന്ന് അവൻ എന്തേലും പറ്റുകയും ചെയ്യിക്കും. അപ്പോഴാണ് അവനൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് അവളെ അവോയ്ഡ് ചെയ്തിട്ട് അവൻ അവിടെ നിന്ന് നടന്നു പോകും. അപ്പോഴാണ് ഇതെല്ലാം സൈഡിൽ നിന്ന് ഹൻസുജിനെ കണ്ടിട്ട് അവൻ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കും സത്യത്തിൽ കുറച്ച് ഓവറായിട്ട് സൂഹയെ വാൺ ചെയ്തെന്ന് പറഞ്ഞ്. അങ്ങനെ അതോർത്ത് അവനിപ്പോൾ വിഷമിക്കുമ്പോഴാണ് അവന്റെ കൂട്ടുകാരന്മാരെല്ലാരും കൂടെ ലിംജിങ്ങിനെ കുറിച്ചാണോ സ്വപ്നം കാണുന്നതെന്ന് പറഞ്ഞ് അവരെല്ലാം കളിയാക്കും. അപ്പോഴാണ് ഇവനും കാണുന്നത് അവന്മാർക്ക് ഇത്ര സമയം ഗേൾസിനെ പോലെ മേക്കപ്പ് ഇട്ടോണ്ട് നടന്നെയാണ്. അതോടെ അവൻ എന്റെ പുറകെ വരില്ലെന്ന് പറഞ്ഞ് അവന്മാര് വിട്ടിട്ട് അവിടെ നോടിപ്പോകും. അതിനുശേഷം ലിംജിങ്ങിന് വീട്ടിലേക്ക് ചെന്നിട്ട് സൂഹ എന്തിനാ അങ്ങനെയൊക്കെ സങ്കടപ്പെട്ടെന്ന് അവൾ ആലോചിന്റെ തുണിയൊക്കെ എടുത്ത് മാറ്റി വെച്ചോണ്ടിരിക്കുമ്പോഴാണ് അന്ന് ഇവളുടെ ചേച്ചി അവന്റെ ഷർട്ടിനകത്ത് ഒമിറ്റ് ചെയ്തുകൊണ്ട് ആ ഡ്രസ്സ് ഇപ്പോഴും ഇവളുടെ കാണും. അങ്ങനെ അത് അവൾ എടുത്തു വെച്ച് നോക്കുമ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് ഇവളന്ന് റൂഫ് ടോപ്പിൽ ചെന്ന് മരിക്കാൻ പോയപ്പോ സൂഹയായിരിക്കും അവളെ വന്ന് തടഞ്ഞെന്ന്. കാരണം ഇതിനകത്തൊരു ലോഗയുണ്ട്. അവൾക്ക് അത് കാണുമ്പോഴാണ് മനസ്സിലായ. അതോടെ അവൾ അപ്പം തന്നെ സൂഹ അന്വേഷിച്ച് ആ ബിൽഡിങ്ങിലേക്ക് ചെല്ലും. കാരണം അവന്റെ കൂട്ടുകാരൻ മരിച്ചത് അവൻ കുറെ ഹേർട്ടായെന്ന് ഇവൾക്കിപ്പോ മനസ്സിലായി. അതുകൊണ്ട് അവൾ അവിടെ ചെന്ന് അവനുണ്ടോ നോക്കുമ്പോഴാണ് ഇവൾ ഉദ്ദേശിച്ച പോലെ തന്നെ സൂഹ അവിടെ നിന്ന് കരഞ്ഞോണ്ടിരിക്കും. ഇത് കണ്ട് അവൾ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോഴാണ് അവനും കരഞ്ഞോണ്ട് ഞാൻ കാരണോ എന്റെ കൂട്ടുകാരെ സെയ്യോ മരിച്ചെന്ന് പറയാൻ വരുമ്പം ഇവൾക്കെല്ലാം മനസ്സിലായെന്ന് പറഞ്ഞ് അവനെ ഹഗ് ചെയ്ത് സമാധാനപ്പെടുത്തും. അതിനുശേഷം സൂഹയ്ക്ക് സമാധാനമാവും. ഇവ
ഇവന്റെ സത്യം ഇപ്പോ അവൾ അറിഞ്ഞെന്നറിഞ്ഞ്. കാരണം ഈ ഒരു കാരണം കൊണ്ട് ഹൻസുക അവനെ പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇവൾ തന്നെ പറഞ്ഞുകൊണ്ട് അവന് സമാധാനത്തിരിക്കും. അതിനുശേഷം അവനും ഇന്നലെ അവളോട് അങ്ങനെ സംസാരിക്കും കാരണം പറയാൻ വരുമ്പോഴാണ് ആ ബിൽഡിംഗ് ഉള്ളവരെല്ലാരും കൂടെ തീ പിടിച്ചേന്ന് പറഞ്ഞ് പേടിച്ച് അവിടേക്ക് ഓടി വരും. കാരണം ആരോ കിച്ചന് എന്തോ ചെറിയ അപകടം പറ്റിയതുകൊണ്ട് ഫയർ അലാറം ഓണായി കാണും. അങ്ങനെ ഇതൊന്നും അറിയാതെ ഇവരെല്ലാം പേടിച്ച് ഇവിടെ ഇരിക്കുമ്പോഴാണ് ലിംജിങ്ങനും എനിക്കിവിടെ മരിക്കണ്ടെന്ന് പറഞ്ഞ് അവള് കരഞ്ഞുകൊണ്ടിരിക്കും. അതിനുശേഷം അവിടുത്തെ ഓഫീസർമാരെല്ലാരും കൂടെ ചെറിയൊരു പ്രശ്നം കാറോ അലാറം അടിച്ചെന്ന് പറഞ്ഞ് എല്ലാരും റൂമിലേക്ക് പോകാൻ പറയുമ്പോഴാണ് കുറെ പേര് അടിച്ചിട്ടൊക്കെ ഇങ്ങനെ പോകുന്നതുകൊണ്ട് ലിംജിങ്ങിന് സ്ലിപ്പായി വീഴാൻ വേണ്ടി നോക്കും. അപ്പോഴാണ് സൂഹ അവളെ കെയർ ചെയ്ത് ഇങ്ങനെ താഴേക്ക് വിളിച്ചോണ്ട് വന്നത്. അങ്ങനെ ഇവനിങ്ങനെ കെയർ ചെയ്യുന്ന അവൾക്ക് ഇഷ്ടപ്പെട്ടാലും അവളുടെ ഓർമ്മയിൽ ഇപ്പോഴുണ്ട് ഇവളോട് സഹതാപം തോന്നിയിട്ട് അവനിങ്ങനെ ചെയ്യുവാന്ന് ഇന്നലെ പറഞ്ഞേക്ക്. അതുകൊണ്ട് അവൾ ആദ്യം എങ്ങനെയൊക്കെ ഇവിടുന്ന് പോയതെന്ന് അറിഞ്ഞിട്ട് പെട്ടെന്ന് അവന് മൈൻഡ് ചെയ്യാതെ ബസ്സിൽ കയറി അങ്ങ് പോകും. അതിനുശേഷം സൂഹയും തിരിച്ച് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ അവന്റെ അച്ഛൻ അവനെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരും. പക്ഷെ സൂഹയ്ക്ക് അവന്റെ അച്ഛൻ ഒട്ടും ഇഷ്ടമല്ല. അപ്പോഴാണ് അവൻ അറിയുന്നത് അവന്റെ അച്ഛൻ ഇവിടെ വരാൻ കാരണം നാളെ ഇവന്റെ സ്കൂളിൽ പാരന്റ്സ് മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതിനു വേണ്ടിയാണ് അവന്റെ അച്ഛൻ വന്നേക്കുന്നത്. അപ്പോഴാണ് ഈ കാര്യം അറിഞ്ഞിട്ട് സൂഹയും ഒരിക്കലും ഇദ്ദേഹം അവന്റെ അച്ഛന്ന് സ്കൂളിൽ ആരും അറിയില്ലെന്ന് അച്ഛനോട് പറഞ്ഞിട്ട് അങ്ങ് പോകും. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ലിംജിങ്ങിന് സ്കൂളിലേക്ക് ചെല്ലുമ്പോഴാണ് സൂഹയെ കണ്ട ഉടനെ പെട്ടെന്ന് തിരിച്ചവള് വീട്ടിലേക്ക് നടക്കാൻ തുടങ്ങും. അപ്പോഴാണ് അവിടേക്ക് ഹൻസുദിനും വന്നിട്ട് സ്കൂളിൽ പോവാതെ ഇവളവിടെ പോകുമെന്ന് പറഞ്ഞ് അവളെ തടഞ്ഞു നിർത്തും. അങ്ങനെ അവൻ ചെയ്ത തെറ്റാന്നൊക്കെ ഓർത്തിട്ട് ഇവളോട് സോറി ചോദിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അതേസമയം അവിടേക്ക് അവന്റെ ഫ്രണ്ട്സ് എല്ലാം വന്ന ഉടനെ ഇവനും പെട്ടെന്ന് അവളെ കളിയാക്കാൻ തുടങ്ങും. അതോടെ അവളും ഇവന് വേറെ പണിയില്ലെന്ന് പറഞ്ഞിട്ട് അവള് ദേശത്തി ക്ലാസ്സിലേക്ക് ചെല്ലും. അപ്പോഴാണ് അബദ്ധവശ ഇന്നായിരിക്കും എല്ലാ റിസൾട്ടും കൊടുക്കുന്നത്. അങ്ങനെ ലിംജിങ്ങിന് മാർക്ക് മൊത്തത്തിൽ കുറവായിട്ട് വാങ്ങിച്ചുകൊണ്ട് ഇന്നത്തോടെ തീർന്നു പറഞ്ഞിരിക്കുമ്പോഴാണ് സാറും ട്വിസ്റ്റായിട്ട് ഇവരോട് തന്നെ പറയാതെ ഇന്നെല്ലാവർക്കും പാരന്റ്സ് മീറ്റിംഗ് വെച്ച കാര്യമൊക്കെ പറയും. അങ്ങനെ ലിംജിങ്ങിന്റെ അമ്മയും അവളുടെ മാർക്കൊക്കെ കണ്ടിട്ട് മൊത്തത്തിൽ ദേഷ്യത്തിലാകുമ്പോഴാണ് അതേസമയം ഇവര് കൂളാൻ വേണ്ടി ഫാനൊക്കെ ഇങ്ങനെ ഓണാക്കുമ്പം അറിയാതെ സാറിന് മുടിയങ്ങ് പൊങ്ങിപ്പോവും. അപ്പോഴാണ് സാറ് മൊത്തത്തിൽ പേടിച്ചു വന്നത് സാറിന് ഐബ്രോസ് ഇല്ലാത്ത കാര്യം ഇവരറിഞ്ഞോന്ന് പറഞ്ഞ്. അതോടെ അമ്മയും സമാധാനത്തി ഇതിനുള്ള ട്രീറ്റ്മെന്റ് എന്റെ ഉണ്ടെന്ന് പറഞ്ഞ് അവരുടെ ബ്യൂട്ടി പാർലറിന്റെ വിസിറ്റിംഗ് കാർഡ് സാറിന് കൊടുക്കും. അതിനുശേഷം അമ്മയും ലിംജിനെ കണ്ട് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവിടേക്ക് സൂഹോയുടെ അച്ഛൻ വന്ന ഉടനെ അമ്മയും മൊത്തം ഷോക്കായി പോകും. കാരണം സൂഹോയുടെ അച്ഛൻ ഒരു വലിയ ആക്ടറാണ്. കൂടാതെ ഇദ്ദേഹത്തിന്റെ ഫാനാണ് ലിംജിങ്ങിന്റെ അമ്മയും. അതോടെ അവരും പെട്ടെന്ന് സൂഹോയുടെ അച്ഛനെ കണ്ട ഉടനെ ലിംജിങ്ങിന്റെ റിപ്പോർട്ട് കാർഡ് എന്നോലും നോക്കാതെ അതിനകത്ത് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചോണ്ടിരിക്കും. ഇതോടെ ലിംജിങ്ങിനെ അത് കണ്ടിട്ട് ഇവരെന്റെ അമ്മയില്ലെന്ന് പറഞ്ഞ് നൈസൻ അവൾ അവിടെ നിന്ന് മുങ്ങും. അതിനുശേഷം ഇവരെല്ലാം ക്യാൻറ്റീനിൽ നിന്ന് ഫുഡ് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് ഇവരുടെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തിനും വന്നിട്ട് സൂഹോയുടെ അച്ഛൻ ഒരു ഫേമസ് ആയ സെലിബ്രിറ്റി ആന്ന് മൊത്തത്തിൽ പാട്ടാക്കിയും കൊടും. പക്ഷെ സൂഹയ്ക്കാണ് അവന്റെ അച്ഛനെ കുറിച്ച് അറിയുന്ന അവനൊട്ടും ഇഷ്ടമല്ല. കാരണം അവന്റെ അച്ഛനോട് അത്രയ്ക്ക് വെറുപ്പാണ് അവനുള്ളത്. ഇതറിയാതെ ഇവന്മാരെല്ലാരും കൂടെ ഇവന്റെ അടുത്ത് ചെന്ന് ഓട്ടോഗ്രാഫ് വാങ്ങിച്ചോണ്ട് വരാൻ പറയുമ്പോഴാണ് പെട്ടെന്ന് അവനും ദേഷ്യപ്പെട്ടിട്ട് അവിടെ നിന്നും പോകും. അങ്ങനെ അതിനുശേഷം ലിംജിങ്ങിനെ എങ്ങനെയൊക്കെ അവളുടെ അമ്മയെ സമാധാനപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവളുടെ അമ്മയെ അന്വേഷിച്ച് പോകുമ്പോഴാണ് അവരാണ് ലിംജിങ്ങിനെ മൈൻഡ് ചെയ്യാതെ അവിടെ സൂഹോയുടെ അച്ഛനെ കണ്ടിട്ട് വീണ്ടും അടുത്തേക്ക് ചെന്ന് ഓട്ടോഗ്രാഫ് മാത്രം പോരെന്ന് പറഞ്ഞ് അവരുടെ സെൽഫി എടുക്കാൻ വേണ്ടി ആഗ്രഹപ്പെടും. അതേസമയം സൂഹോ ഇവരെയൊക്കെ അവിടെ കണ്ട ഉടനെ അവന്റെ അച്ഛനോട് ദേഷ്യപ്പെടാൻ വന്നവൻ സമാധാനത്തിൽ അവിടെ നിന്ന് പോകും. അങ്ങനെ വീട്ടിലേക്ക് ചെന്നിട്ട് അമ്മ അവൾക്ക് മാർക്ക് കുറവായതുകൊണ്ട് അവളുടെ മേക്കപ്പ് സെറ്റ് എല്ലാം എടുത്ത് കളയാൻ വേണ്ടി തീരുമാനം എടുക്കുമ്പോഴാണ് അച്ഛനാണ് അവൾക്ക് സപ്പോർട്ടിന് നൈസിനെ അതൊക്കെ ഓരോന്ന് ഒളിച്ചു മാറ്റിക്കൊണ്ടിരിക്കും. പക്ഷെ അമ്മ അതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇന്നത്തോടെ അവളുടെ കഴപ്പ് മാറി കിട്ടുമെന്ന് പറഞ്ഞ് അമ്മ അവിടെ നെയ്ന്നിട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് ലിംജിങ്ങിന് ഇത് കണ്ടിട്ട് അവൾ അമ്മയെ തടയും. അതേപോലെ ഇവിടെ ക്ലാസ്സിൽ സെക്കൻഡ് മാർക്ക് വാങ്ങിച്ചാലും സൂജൻ എപ്പോഴും അവളുടെ അച്ഛൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിക്കും. കാരണം ഇവൾ ഫസ്റ്റ് വരണമെന്നാണ് അവളുടെ അച്ഛൻ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ സൂഹോ ഫസ്റ്റ് ആയതുകൊണ്ട് ഇവൾക്കത് പ്രശ്നമായിട്ട് മാറി. എന്നിട്ട് ഇപ്പൊ അടുത്ത ദിവസം ക്ലാസ് വെച്ച് ലിംജിങ്ങിന് സൂഹയെ കണ്ടാലും അവന് മൈൻഡ് ചെയ്യാതെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ലാബ് കഴിഞ്ഞിട്ട് എല്ലാവരും ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴാണ് അവസാനം ഇവൾ അവനും കൂടെ കാണത്തുള്ളു. അങ്ങനെ ഇവൾ എല്ലാ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് സൂഹ പിടിച്ചിരുത്തിയ പോലെ ഇവൾക്ക് ഫീൽ ചെയ്യും. അതോടെ അവളും വല്ലം പറയാനുണ്ട് ഡയറക്റ്റ് ആയിട്ട് പറയുന്ന പറഞ്ഞ് അവൾ തിരിഞ്ഞു നോക്കുമ്പോഴാണ് സൂഹയാണ് പാവം അവനങ്ങ് ദൂരെ നിൽക്കുക. ഇവിടെ ഒരു ആണിയില് ഇവളുടെ ഡ്രസ്സ് കുടുങ്ങിയതാ. അതോടെ അവള് നാണം കിട്ടിട്ട് അവിടെ നിന്ന് പോവും. അങ്ങനെ ക്ലാസ് കഴിഞ്ഞ് ഹൻസുവിന്റെ അനിയത്തിയും ലിംജിങ്ങിന് എന്ന മേക്കപ്പ് ഒക്കെ ഇട്ടുന്നതുകൊണ്ട് അവൾ തിരിച്ച് അവൾക്ക് ചെലവ് ചെയ്യും. അങ്ങനെ അതോടെ ലിംജിങ്ങിന് സന്തോഷമാകുമ്പോഴാണ് അവൾ ഇതേപോലെ മേക്കപ്പ് ഇടാൻ പഠിപ്പിച്ചിരുന്ന് പറഞ്ഞ് ലിംജിങ്ങിനെ വിളിച്ചുകൊണ്ട് അവളുടെ വീട്ടിലേക്ക് ചെല്ലും. പക്ഷെ അതേസമയം ഇവൾ ഒന്ന കാര്യം എന്നറിയാതെ ഹൻസുവിന് അണ്ടർവെയർ ഇട്ടുകൊണ്ട് അവൻ അവിടുന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കും. അങ്ങനെ അവൻ ഓക്കി ഡോക്കി എന്ന് പാട്ട് പാടിക്കൊണ്ട് അങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ഫ്രണ്ടിൽ ലിംജിങ്ങിനെ കണ്ടതോടെ അവന് മൊത്തം ഷോക്കായി പോകും. മര്യാദയ്ക്ക് ചെന്ന് ഡ്രസ്സ് ഇറ വട്ടി എന്ന് പറഞ്ഞ് അവനെ പറഞ്ഞയക്കുമ്പോഴാണ് ഇവൻ ആറ്റിറ്റ്യൂഡ് ഇവളുടെ ഫ്രണ്ട് വിട്ടുകൊടുക്കലെന്ന് പറഞ്ഞ് അതേപടി ഡാൻസ് സ്റ്റെപ്പ് ഇട്ടോണ്ട് പെട്ടെന്ന് റൂമിലേക്ക് ചെന്ന് അവൻ ഡോർ ക്ലോസ് ചെയ്യും. അങ്ങനെ ഇവൻ അവിടെ നിലവിളിക്കുന്ന സൗണ്ട് കേട്ട് ഇവള് ഞാനൊന്ന് കണ്ടില്ലെന്ന് പറഞ്ഞ് അവൻ ആശ്വാസപ്പെടുത്തും. അങ്ങനെ അതോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് എടുത്തിരുന്ന് ഇതിനേശം എന്തൊക്കെ സമയം നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ആയിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.